ഒരു സിഗ്നേച്ചർ ഗ്രൂപ്പിലും വരാത്ത, എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത മറ്റൊരു ചിത്രമുണ്ട്. ഏത് നിമിഷവും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാന്തരം ഒരു ആക്രമണ പദ്ധതിയുടെ ചുരുളഴിയാൻ പോവുകയാണ്. അതിലൊന്ന്, അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധവിമാനങ്ങളിലൊന്നാണ് B-2 ബോംബർ. അത് സ്റ്റെൽത്ത് കാറ്റഗറിയിലുള്ള ബോംബേഴ്സാണ്. താഴ്ന്നു പറന്ന് റഡാറുകളെല്ലാം വെട്ടിക്കുകയും അല്ലെങ്കിൽ റഡാറുകളുടെ കണ്ണിൽ പെടാതെ തന്നെ കൃത്യമായി പ്രിസിഷൻ ബോംബിംഗ് നടത്താൻ കഴിയുന്ന ബോംബേഴ്സാണ് B-2 ബോംബേഴ്സ്. അതിൻ്റെ 20 ബോംബേഴ്സാണ് അമേരിക്കയ്ക്കുള്ളത്. അത് വളരെ വിലയുള്ള ബോംബേഴ്സാണ്. മോസ്റ്റ് എക്സ്പെൻസീവ് എയർക്രാഫ്റ്റ്സ്, മിലിറ്ററി എയർക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 7 എണ്ണം അമേരിക്കയിൽ നിന്നും ഡീഗോ ഗാർഷ്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഡീഗോ ഗാർഷ്യ നമുക്കറിയാം, ഇന്ത്യ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ അധീനതയിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് കസ്റ്റഡിയിലായിരുന്ന, എന്നാൽ അമേരിക്ക സൈനിക താവളത്തിനായി, വ്യോമതാവളത്തിനായി ഏറ്റെടുത്ത 100 വർഷത്തെ പാട്ടത്തിന് അമേരിക്ക ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ. ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ച് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 3500 കിലോമീറ്റർ അകലെയുള്ള ഹൂതികളുടെ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ഒരു പദ്ധതിയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, അത് 4000 കിലോമീറ്റർ അകലെയാണ്. അതെല്ലാം വടക്കാണ്. ഇന്ത്യയേക്കാൾ ഒരുപാട് തെക്ക് പടിഞ്ഞാറ്, സ്വല്പം പടിഞ്ഞാറ് പക്ഷേ ഏറെ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ, അത് ആഫ്രിക്കയുടെ ഒരു ദ്വീപ സമൂഹങ്ങളുടെ ഭാഗമായി വേണമെങ്കിൽ കരുതാവുന്നതേ ഉള്ളൂ. അതാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായും വളരെ അകലം പാലിക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ദ്വീപ സമൂഹത്തെ ആക്രമിക്കാൻ ഇറാനോ ഹൂതികൾക്കോ ഇന്ന് നിലവിലുള്ള മിസൈൽ കൊണ്ട് സാധിക്കില്ല. പൂർണ്ണമായ സുരക്ഷിതമായ സ്ഥലമാണ് ഡീഗോ ഗാർഷ്യ. ഈ B-2 ബോംബേഴ്സ് മുൻകാലങ്ങളിൽ ഗൾഫ് യുദ്ധം, 1ാം ഗൾഫ് യുദ്ധത്തിലെ 91-ലെ 1ാം ഗൾഫ് യുദ്ധത്തിലും 2ാം ഗൾഫ് യുദ്ധത്തിലും സദ്ദാം ഹുസൈനെതിരെ നടന്ന 2 പോരാട്ടത്തിലും വ്യാപകമായി ഉപയോഗിച്ച് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ള B-2 ബോംബേഴ്സ് അത് വീണ്ടും എത്തിയിരിക്കുന്നു. ഹൂതികൾക്കെതിരെ തന്നെ ഒക്ടോബറിൽ നടന്ന ട്രംപിൻ്റെ മുൻഗാമി അദ്ദേഹം നടത്തിയ ഒരു ആക്രമണം, ഒക്ടോബറിൽ B-2 ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെ നേരത്തെ ആക്രമണം നടന്നിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു ബിൽഡപ്പാണ്. ആകെയുള്ള 20 B-2 ബോംബേഴ്സിൽ 7 എണ്ണം എത്തിയിരിക്കുന്നു. കൂടുതൽ എണ്ണം പറന്നെത്താൻ സാധ്യതയുണ്ട്. മറ്റ് വിമാനങ്ങളെല്ലാം വിമാനവാഹിനി കപ്പലുകളിൽ ഉണ്ട്. ഒരു വിമാനവാഹിനി കപ്പൽ ഓൾറെഡി ചെങ്കടലിലുണ്ട്. അപ്പോൾ USS ഹാരി എസ് ട്രൂമാൻ, അതോടൊപ്പം തന്നെ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ചെങ്കടൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അമേരിക്കയുടേത്. അങ്ങനെ ഏത് നിമിഷവും ഹൂതികൾക്കെതിരെ മറ്റൊരു ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് ആദ്യ ലെവൽ ഓഫ് ആക്രമണം ഒരുപക്ഷെ ഈ ആകപ്പാടെ ഒരു നാട്ടുകേസായി പൊതുജന സമൂഹം ഇങ്ങനെ വാരി വലിച്ച് സംസാരിച്ചു, അത് വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുമ്പോഴും ഹൂതികളുടെ ശക്തിയെ പൂർണ്ണമായി തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഓൾ ഔട്ട് അറ്റാക്കാണ്. ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് എന്ന നിലയിൽ ഹൂതികളെയും ഇറാനെയും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് ഇറാൻ ഹൂതികളെ സഹായിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസവും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പറച്ചിലുണ്ടായി. അതുകൊണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള ശക്തമായ താക്കീതെന്ന നിലയിൽ തന്നെയാണ് ഈ വിമാനങ്ങൾ പറന്നിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ചെങ്കടൽ പദ്ധതി അല്ലെങ്കിൽ അമേരിക്കയുടെ വിശാലമായ മേഖലയെ സുരക്ഷിതമാക്കൽ എന്ന പദ്ധതിയിൽ ഈ യുദ്ധവിമാനങ്ങൾക്കും ഹൂതികൾക്കെതിരെയുള്ള ആക്രമണ പദ്ധതിക്കും വലിയ പങ്കുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം പലസ്തീന് നേരെ അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്ന തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഹൂതികൾ തുടർന്നും പ്രതികരിക്കും എന്ന് ഉറപ്പാകുന്ന സ്ഥിതിക്ക് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെയും ഹിസ്ബുള്ളയും മാത്രമല്ല ഹൂതികളെയും പരമാവധി ക്ഷയിപ്പിച്ചുകൊണ്ട് ഒക്കുമെങ്കിൽ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ പ്രദേശം അമേരിക്കയ്ക്ക് ഹിതകരമാകുന്ന രീതിയിൽ വളർത്തിയെടുക്കാം. അതിന് സൗദിക്ക് വളരെ സന്തോഷമായിരിക്കും. ഹൂതികൾ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സൗദി എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ്. അതുകൊണ്ട് സൗദി അറേബ്യയ്ക്കും ഒരുപക്ഷെ ഈജിപ്റ്റ് വ്യാപാരം കൂടിക്കഴിഞ്ഞാൽ, അവിടെ ശാന്തമായി കഴിഞ്ഞാൽ, ഹൂതികളുടെ ആക്രമണം ഇല്ലാതെ വന്നാൽ ചെങ്കടൽ വഴിയുള്ള വ്യാപാരം, കപ്പലുകളുടെ ഓട്ടം കൂടും. അങ്ങനെ ഈജിപ്തിൻ്റെ സൂയസ് കനാൽ കച്ചവടം വളരെയധികം വർദ്ധിക്കും. അതിൻ്റെ തീരുവകൾ ആകുമ്പോൾ ഈജിപ്തിനും നട്ടെല്ല് നിവർത്തി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് സൗദി അറേബ്യയ്ക്കും ഈജിപ്തിനും മറ്റ് അറബ് രാജ്യങ്ങൾക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ തന്നെ അമേരിക്ക ആക്രമണ പദ്ധതി കൂടുതൽ കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.